നേരത്തെ പറഞ്ഞ വിഷയത്തിൽ തന്നെ ഈ കുലദേവതയുടെ യാത്ര എന്ന് പറയുന്ന ഒരർത്ഥത്തിൽ വികേന്ദ്രീകൃതമായ ഈശ്വരാന്വേഷണം ഒരു ഈശ്വര സാധനയുടെ ഒരു രീതിയാണല്ലോ. അപ്പം നമുക്ക് പ്രധാന ക്ഷേത്രങ്ങളുണ്ട്, ഈ കാവുകളുമുണ്ട്. ഇത് രണ്ടിൻ്റെയും പ്രാധാന്യം എങ്ങനെ പ്ലേസ് ചെയ്യണം? ആളുകളൊക്കെ സ്വന്തം മുറ്റത്തുള്ള അമ്പലത്തിൽ തൊഴാതിരിക്കുകയും ദൂരെയുള്ള അമ്പലങ്ങളിൽ, പ്രശസ്തമായ അമ്പലങ്ങളിൽ പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടിൻ്റെയും പ്രസക്തി, ഈ മഹാക്ഷേത്രങ്ങളുടെ പ്രസക്തിയും കാവുകളുടെ നിലനിൽപ്പും, ശരിക്കും അതിനെക്കുറിച്ച് കുറച്ച് വലിയ സബ്ജക്റ്റാണ്. ഭാരതത്തിൽ തന്ത്രം, ഇതൊക്കെ തന്ത്രം എന്ന് പറയുന്ന ഒരു ഫിലോസഫീൻ്റെ കീഴിലാണ് വരിക. അപ്പോൾ ആ തന്ത്രത്തിന് പ്രധാനമായിട്ട് 6 സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട്. അതിൽ വാമാചാരം, കൗളാചാരം, സമയാചാരം, ദക്ഷിണാചാരം, മിശ്രാചാരം, ദിവ്യാചാരം എന്ന് പറയുന്ന പല ക്രമങ്ങളുണ്ട്. അതിൽ പണ്ട് നമ്മളെ നാട്ടിലെ ഏറ്റവും ആദിമ നിവാസികളായിട്ടുള്ള ആൾക്കാർ അവർ കഴിക്കുന്ന ഭക്ഷണത്തെ, അവർ വേട്ടയാടി കിട്ടുന്ന മൃഗത്തെ, അവർ കഴിക്കുന്ന ഭക്ഷണത്തെ ദേവതയ്ക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അതൊരു വാമ കാലഘട്ടത്തിലെ ആചരണമാണ്. മലവാരം എന്നൊക്കെ നമ്മൾ പറയുന്ന, ശാബരം എന്നൊക്കെ പറയുന്നത്, അതാണ് ഏറ്റവും ആദിമമായ ആചരണ പദ്ധതി. പിന്നീട് കൗളം, പഞ്ചമകാരങ്ങളെ കൊണ്ട് മനുഷ്യൻ കൃഷി തുടങ്ങുകയും കാർഷിക വൃത്തിയിൽ ഏർപ്പെടുകയും ഗ്രൂപ്പായിട്ട് താമസിക്കുകയും കുലങ്ങൾ ഉണ്ടാവുകയും അവിടുന്ന് കൗള സമ്പ്രദായം ഉണ്ടാവുകയും അവിടെ വീരനായിരുന്നു. അവിടെ അവൻ വീരനായിരുന്നു. അവിടെ അവൻ്റെ ദേവതയ്ക്ക് അവൻ മദ്യവും മാംസവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈ കതിരന്നൂർ വീരൻ വീരാരാധന കേരളത്തിൽ പണ്ട് മുതലുണ്ട്. അത് മാറി പിന്നീട് സമയാചാരം, ഈ ബാഹ്യമായ പദ്ധതികളൊന്നുമില്ലാതെ കണ്ണടച്ചിട്ട് നമ്മളെ ബോധത്തെ ഉയർത്തി സഹസ്രാരത്തിൽ ഈശ്വരനായിട്ട് വരാൻ പറ്റുമെന്ന് പറയുന്ന ഒരു വിഭാഗം സമയാചാരം ഉണ്ടായിട്ടുണ്ട്, ഈ ക്രിയാകലാപങ്ങളൊന്നുമില്ലാതെ. അതേപോലെ ദിവ്യാചാരം ഉണ്ടായിട്ടുണ്ട്. ടിബറ്റിലൊക്കെ ദിവ്യാചാരമാണ് ഉണ്ടായിരുന്നത്. നേപ്പാളിലും ടിബറ്റിലൊക്കെ ദിവ്യാചാരം എന്ന് പറയുന്ന ക്രമം ഉണ്ടായിട്ടുണ്ട്. അതിൽ വേറൊരു വലിയ സാമൂഹികമായ ഒരു കാഴ്ചപ്പാട്, മനുഷ്യൻ സ്വന്തം രൂപത്തിൽ ദേവതകളെ ആരാധിക്കാൻ തുടങ്ങിയ ദക്ഷിണാചാരത്തിൽ ഇന്ന് കാണുന്ന ക്ഷേത്രങ്ങളൊക്കെ, ക്ഷേത്രങ്ങൾക്കൊക്കെ സാമൂഹികമായ സ്വഭാവമുള്ളത്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് വേണ്ടിയുള്ളതാണ്. സമൂഹത്തിലെ ആൾക്കാർ വരിക, അവർ പല കാര്യങ്ങളും ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു. നൃത്തമാണെങ്കിലും വാദ്യങ്ങളാണെങ്കിലും കേസ് തീർപ്പാക്കലും ഭരണമൊക്കെ മഹാക്ഷേത്രങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു. പക്ഷെ കാവുകൾ എന്ന് പറയുന്നത് ഓരോ കുലത്തിൻ്റെയും അവരുടെ ശക്തി ആരാധന, പാരമ്പര്യമായിട്ട് പൂർവീകമായിട്ട് അവർ ആരാധിച്ചു വരുന്ന കേന്ദ്രങ്ങളായിരുന്നു. അതിശക്തമായ ആരാധന ഊർജ കേന്ദ്രങ്ങളായിരുന്നു കാവുകൾ. നിങ്ങൾക്ക് കാശുണ്ടെങ്കിൽ ഒരു ക്ഷേത്രം ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ നിങ്ങൾക്കൊരു കാവ് ഉണ്ടാക്കാൻ പറ്റില്ല. കാവിന് അത്രയും പാരമ്പര്യമാണ് വേണം. പക്ഷേ നിർഭാഗ്യവശാൽ മനുഷ്യന്മാർ ഈ കാവിൻ്റെ പ്രസക്തി അല്ലെങ്കിൽ പ്രാധാന്യം മനസ്സിലാക്കാതെ ക്ഷേത്രത്തിൽ ഈ ബഹളവും ഈ വലിയ കാര്യങ്ങളൊക്കെ കാണുമ്പം അതിനോടൊരു താല്പര്യം വരികയും കാവിന് പോലും ഇപ്പോൾ ക്ഷേത്രം എന്ന് പേരിടാൻ തുടങ്ങി. പല കാവുകളും ക്ഷേത്രം എന്നറിയപ്പെടുന്നത്. കാവിൻ്റെ കൂടെ ക്ഷേത്രം, വളരെ വിഖ്യാതമായൊരു കാവുകൾ, വളരെ പ്രധാനപ്പെട്ട 13 കാവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാവാണ് വളയനാട് കാവ്. കൊടുങ്ങല്ലൊരു കാവാണ്, വളയനാട് കാവാണ്, മാടായി കാവാണ്. അവിടെയൊക്കെ ക്ഷേത്രം എന്ന് കൊടുക്കാൻ തുടങ്ങി. വളയനാട് കാവ് ക്ഷേത്രം, കൊടുങ്ങല്ലൂർ കാവ് ക്ഷേത്രം. പലതും ക്ഷേത്രം എന്നുള്ളത് കുറച്ചുകൂടി ഒരു സോഷ്യൽ ആയതുകൊണ്ട് അതിനോടൊരു പ്രാമുഖ്യം തോന്നിയിട്ടാണ്. സാധനാ സ്വഭാവം ഉള്ളതും വേരുള്ളതും കാവിനാണ്. അഞ്ചിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതിൽ 5 സ്ഥലത്തും 5 നിയമങ്ങളാണ്. അപ്പം നമ്മൾ ഒരു നിയമം പഠിച്ചിട്ട് ബാക്കി 4 അളക്കാൻ പോരുത്. അപ്പോൾ ഓരോ കളികൾ, ഇപ്പം ഫുട്ബോളിൻ്റെ നിയമമാണ്, വോളിബോളിൻ്റെ നിയമമാണ്. നമ്മളിപ്പോൾ ഫുട്ബോൾ മാത്രം പഠിച്ചിട്ട് വോളിബോൾ നടക്കുന്ന സ്ഥലത്ത് അയ്യോ ഇത് കൈയോടാണല്ലോ തട്ടുന്നത്, കാലുകൊണ്ടാണല്ലോ തട്ടേണ്ടത് എന്ന് പറയുന്നത് പോലെയാണ്. അപ്പോൾ ഓരോ സ്ഥലത്തിനും ഓരോ നിയമമുണ്ട്. ഇപ്പോൾ കൗളാചാരത്തിൽ അവിടെ ബലിയുണ്ട്, അവിടെ മൃഗബലി പറഞ്ഞിട്ടുണ്ട്, ആ നിയമത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് സനാതന സംസ്കാരത്തിൽ മൃഗബലി ഇല്ല, അല്ലെങ്കിൽ ഇതൊക്കെ തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ല. ഓരോ സംസ്കാരത്തിനും ഓരോ സമ്പ്രദായത്തിനും അതിൻ്റെതായ നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം സനാതന സംസ്കാരം പൂർണ്ണമായിട്ടും വെജിറ്റേറിയൻ അല്ല. കാരണം കാലാകാലങ്ങളിലായിട്ട് ഇവിടുത്തെ കുലങ്ങൾ, ഇവിടുത്തെ സമ്പ്രദായങ്ങൾ ഇവിടെ കോഴീനെയും ആടിനെയൊക്കെ ബലി കൊടുത്തിട്ടുണ്ട്. അത് സനാതന സംസ്കാരത്തിൻ്റെ ഭാഗമല്ല എന്ന് പറയാൻ സാധിക്കില്ല നമുക്ക്. നിങ്ങൾ പഠിച്ച രീതിൻ്റെ ഭാഗമല്ല എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അതുകൊണ്ട് ഒന്നിനെയും ഇവിടെ നിഷേധിക്കാൻ സാധിക്കില്ല. അപ്പം അതാത് ക്രമം മനസ്സിലാക്കി ആ കുലദേവതയെ, ആ ആചരണത്തെ മുറുകെ പിടിക്കുമ്പോഴാണ് നമ്മൾക്ക് ആ പാരമ്പര്യത്തിന് ശക്തി ലഭിക്കുന്നത്, അടുത്ത തലമുറയിൽ കൈമാറാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളെ പരമ്പരയെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ഒരുപാട് അഭിമാനവും ആർജവവും തരും.